പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലെ CPM-കാരനായ ഷെറിൻ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിനീഷ് കൈ രണ്ടും അറ്റ്, മുഖത്ത് ആ സ്ഫോടനത്തിലുള്ള പരിക്ക് ഉണ്ട്. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റൊരാൾ വിനോദ്, അയാളൊരു ടിപ്പർ ലോറി ഡ്രൈവറാണ്. അയാൾക്കും പരിക്കുണ്ട്. അശ്വന്ത് എന്നൊരു വ്യക്തിക്കും പരിക്കുണ്ട്. 4 പേരാണ് പരിക്കേറ്റവരും. ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ, 2 പേർക്ക് ചെറിയ പരിക്കുകൾ. ബോംബുണ്ടാക്കിയത് പാനൂര് അവിടെയുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരന് ലൈഫ് മിഷൻ കൊടുത്ത ഒരു വീട്, പണി തീരാത്ത വീടിൻ്റെ ടെറസിലിരുന്നാണ് ഇവർ കഴിഞ്ഞ ദിവസം ബോംബുണ്ടാക്കിയത്. ആ സ്റ്റീൽ പ്ലേറ്റുകളും അതുപോലെ ആണിയും കല്ലുകളും ചീളുകല്ലുകളും അങ്ങനെ മാരകമായ സാധനങ്ങളെല്ലാം വെച്ച് അങ്ങനെ കുറേ 10 ബോംബ് അവരുണ്ടാക്കി അത് കണ്ടെയ്നറിലാക്കി ആ കെട്ടിടത്തിൻ്റെ പറമ്പിൽ തന്നെ ശരിയാക്കി വെച്ചു. പിന്നീട് ഉണ്ടാക്കിയ ബോംബ് സമയത്ത് രാത്രി 1 മണിക്ക് അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണ് ഷെറിൻ എന്ന 39 വയസ്സുള്ള CPM-കാരനായ വ്യക്തി മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബിനീഷും CPM-ആണ്. അയാൾ അവിടെ അറിയപ്പെടുന്ന CPM വർക്കറാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ പാനൂര് പൊതുവെ ഇപ്പം ശാന്തമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും 2014 നമ്മൾ എത്രയോ പേര് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. രാഷ്ട്രീയമായ തേരിതിരിവ് കൊണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം ബോംബ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ CPM-കാരും RSS-കാരും BJP-ക്കാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലുള്ളവരും അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബോംബ് എറിഞ്ഞ ആളെ വീഴ്ത്തുകയാണ്. മാരകമായ പരിക്ക് ഒത്തിരി പ്രവർത്തകർക്കുണ്ടാവും. വീടുകൾ കത്തി നശിക്കും. ഇത് കുറേ വർഷങ്ങൾ നമ്മൾ 10-12 വർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു സ്വസ്ഥതയും ഇല്ല കണ്ണൂരിലുള്ളവർക്ക്. ഏത് സമയം എവിടെയും ബോംബ് പൊട്ടും. പക്ഷേ ക്രമേണ കുറേ പേരുടെ ജീവൻ അപഹരിച്ചെങ്കിലും ശാന്തമായിരുന്നു. ഈ ഇലക്ഷനിൽ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായി. അവിടെ ബോംബ് ഉണ്ടാക്കി തുടങ്ങി. ആ പൊട്ടിത്തെറിച്ച ഒരാളുടെ ജീവൻ അപകടത്തിലായപ്പോഴാണ് നമ്മൾ അതേപ്പറ്റി ബോധവരാകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ബോധവരാകുന്നത്, അല്ലെങ്കിൽ പോലീസ് ബോധവരാകുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു 3-4 മാസം മുമ്പ് ബോംബുകൾ വ്യാപകമായി ഉണ്ടാക്കുന്നുണ്ട്, പോലീസ് ഇടപെടണം, ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അവിടുത്തെ ജില്ലാ പോലീസോ DGP ഉൾപ്പെടെയുള്ളവരോ അത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം കഴിഞ്ഞ മാസം ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു. ബോംബ് ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, റെയ്ഡ് ചെയ്ത് പിടിക്കണം എന്നുള്ള രീതിയിൽ വന്നു. അതും അവിടുത്തെ ലോക്കൽ പോലീസ്, പാനൂരുള്ളവർ, കണ്ണൂരുള്ളവർ, കൂത്തുപറമ്പിലുള്ള ഓഫീസേഴ്സ് ആരും അത് റെയ്ഡ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഭരണകക്ഷിയാണ് ബോംബുണ്ടാക്കുന്നത് കണ്ടിട്ടാവാം. ഇവിടെ ഭരണകക്ഷിയിൽപ്പെട്ട ആ 3-4 പേര് ബോംബുണ്ടാക്കിയത് എന്തിന്? ഈ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഈ ഇലക്ഷൻ 26-ാം തീയതി വോട്ടിങ്ങാണ്. ഈ സന്ദർഭത്തിലിരുന്ന് ബോംബുണ്ടാക്കി. അത് എന്തിന്? ആര് പറഞ്ഞിട്ടുണ്ടാക്കി? അതിനുള്ള പണം മുടക്കാർക്ക്? അവിടുത്തെ പാർട്ടി പ്രവർത്തകനാണ് മരണപ്പെട്ടത്. മറ്റൊരു പാർട്ടി പ്രവർത്തകൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. അതിൽ നിന്ന് CPM-ന് ഒഴിയാൻ കഴിയില്ല. അത് വിലപ്പോവില്ല. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ശരി, രാഷ്ട്രീയമായ എത്ര ചേരിതിരുണ്ടായാലും ശരി, പരസ്പരം ബോംബെറിയുന്നത് കൂടുതലും നോർത്ത് മലബാർ ഭാഗത്താണ്, കണ്ണൂരാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ അനുഭവസ്ഥരാണ്. അതിൽ നിന്ന് പിന്മാറി
എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ പിന്മാറിയിട്ടില്ല. രാഷ്ട്രീയമായ വീണ്ടും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അത് പൊട്ടിത്തെറിച്ചു. അവിടെ ലൈഫ് മിഷനിലെ ഫണ്ട് കിട്ടിയ ഒരാൾ, ആ മനോഹരൻ എന്ന് പറഞ്ഞ ആൾ, അയാൾ ലോട്ടറി തൊഴിലാളിയാണ്. അയാളുടെ ഇൻകംപ്ലീറ്റ് ആയ വീടാണത്. അയാളവിടെ താമസമില്ല. അയാളുടെ ഭാര്യ രാധ തൻ്റെ വീട് അലങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരും മാർക്സിസ്റ്റ് അനുഭാവികളാണ്. അങ്ങനെ ഒരു പരാതി ഇപ്പം പോലീസിൽ വന്നിട്ടുണ്ട്. അവരും ബോംബുണ്ടാക്കാനും ആ ബോംബ് സ്ഫോടനം നടത്തിയതും അത് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉടമസ്ഥരും ആരുടെ പേരിലാണ് അവരുമൊക്കെ പ്രതിയാകും. ഈ കേസ് അതിശക്തമായ നടപടി കേരള പോലീസ് എടുക്കണം. അതിൻ്റെ അത് ഉൾപ്പെട്ട ആൾക്കാരെ രാഷ്ട്രീയഭേദമന്യേ അവരെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിൻ്റെ പരിധി കൊണ്ടുവരണം. അത് ഏത് പാർട്ടി പറഞ്ഞിട്ടാണ്, അല്ലെ ആരെ ഉദ്ദേശിച്ചാണ് ഇതുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇപ്പോൾ സമാധാനപരമായ ഇലക്ഷൻ്റെ അന്തരീക്ഷം കലാപകലുഷിതമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? പോലീസ് അത് കണ്ടുപിടിക്കണം, ഭരണകക്ഷി അത് കണ്ടുപിടിക്കണം. അവർ കൈയൊഴിയുന്ന CPMലെ നേതാക്കന്മാർ കൈയൊഴിയുന്ന കണ്ടു ഇവരെ. അതല്ല ഉദ്ദേശം. ആരെ കൊല്ലാനാണ്, ആർക്കിട്ട് എറിയാനാണ്, ആരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഇവരിത് ഉണ്ടാക്കിയത്? അത് ഉണ്ടാക്കി വിൽക്കാനായിരുന്നു അവർക്ക്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പെട്ടെന്ന് കണ്ടെത്തണം. അത് വലിച്ചു നീട്ടരുത്. അങ്ങനെ ഉള്ളവരെ പാർട്ടി വെച്ചു പൊറിപ്പിക്കത്തില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ കൊല്ലപ്പെട്ട അല്ലെ മരണപ്പെട്ട ആളുടെ വീട്ടിൽ പി ജയരാജൻ ഉൾപ്പെടെ ഉള്ള അവിടുത്തെ ഒരു MLA അവരുടെ വീടുകൾ സന്ദർശിച്ചു. ആ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന അത് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട അവരുടെ വീടുകൾ സന്ദർശിച്ചത് പാർട്ടിക്കാരായതുകൊണ്ട് തന്നെയാണ്. അതിനെന്ത് വിശദീകരണം കൊടുത്താലും ശരി അത് വില പോവില്ല. അതുകൊണ്ട് കേരളത്തിലെ മാറി ചിന്തിക്കണം CPM. കാരണം ഈ ഇലക്ഷനിൽ ഇതുപോലെയുള്ള ചില കലാപ അന്തരീക്ഷം വീണ്ടും ഉണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ ദൂഷ്യം ചെയ്യും. ഈ ടെററിസം ആണ് അതിൻ്റെ ഭാഗമാണ് ഈ എക്സ്പ്ലോഷൻ എന്ന് തോന്നിയാൽ NIA ഉൾപ്പെടെയുള്ള ആൾക്കാർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വരുമ്പം പാർട്ടിയുടെ ആ ചുക്കാൻ പിടിക്കുന്നവരെല്ലാവരും, അവിടുത്തെ ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അബ്ദുള്ള, അദ്ദേഹം ഇത് പാർട്ടിയുടെ ആൾക്കാരല്ല, അവരൊക്കെ ക്രിമിനലാണ്, എത്രയോ നാൾ മുമ്പ് അവരെ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കിയവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്രിമിനലിൻ്റെ വീട്ടിൽ എന്തിനാണ് ഈ നേതാക്കന്മാർ പോയത്? എന്തായാലും അതിൻ്റെ വിശദീകരണം ശരിയാവില്ല. എന്തായാലും ഇത് പാർട്ടിക്ക് വലിയ ദൂഷ്യം ചെയ്യും. കേരളത്തിലെ ഈ എക്സ്പ്ലോഷൻ നടത്തുന്നതിൻ്റെ പിന്നിൽ CPM ആണെന്ന് ആൾക്കാർ ചിന്തിച്ച് തുടങ്ങും. അതുകൊണ്ട് പാർട്ടി ലെവലിലും അവർക്കെതിരായിട്ട് അതിശക്തമായിട്ട് നടപടിയെടുക്കണം. അവരെ അവിടുന്ന് പാർട്ടിയിൽ നിന്ന് പുറന്തള്ളണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളവർ ഇനിയും പാർട്ടിയിലുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നടപടി വേണം. പാർട്ടി ഭാരവാഹിത്വമുള്ള ആൾക്കാർ തന്നെയാണ് അതീവ ഗുരുതാവസ്ഥയിൽ ആശുപത്രി കിടക്കുന്നത്. അവരുടെ മാതാപിതാക്കളെല്ലാം ആ പാർട്ടിക്കാരാണ്. അവർ അതിൽ നിന്ന് പാർട്ടിക്കാരനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയത്തുമില്ല. സത്യം വെളിയിലോട്ട് വന്നു കഴിഞ്ഞു. ഇത് പിടിച്ചു നിർക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ് പാർട്ടിക്ക്. അതുകൊണ്ട് കേരളത്തിലെ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഇനി ഉണ്ടാകരുത്. ഇതുപോലെ ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി സമ്മതം വാങ്ങിച്ചോ വാങ്ങിക്കാതെയോ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കണം. ഇനി ഇതുപോലെയുള്ള സംഭവം കേരളത്തിലുണ്ടാകരുത്. ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾ മടുത്തു. അവരത് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. വസ്തുവകകൾ നശിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. അവരുടെ കൃഷിസ്ഥലങ്ങളും കാറുകളും നശിപ്പിക്കുകയും വെട്ടിനിരത്തുകയും ചെയ്യുന്നതും അതിൽ നിന്ന് പിന്മാറണം. രാഷ്ട്രീയ പ്രവർത്തനം സമൂഹത്തിനും സമൂഹത്തിനും ചേർന്ന വിധത്തിൽ നടത്താൻ എല്ലാവരും സഹായിക്കണം.
എല്ലാവരും ആ രീതി ചിന്തിക്കണം. ഇതുപോലെ എക്സ്പ്ലോസീവ് ആയിട്ട് ഇപ്പം നടത്തിയ ഈ ഒരു സംഭവം അതിൻ്റെ സോഴ്സ് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. അതിനകത്ത് ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് കോൺസ്പിറസിയിലുള്ളത്, ആ ഗൂഢാലോചന ഉള്ളത്, ഇതെവിടുന്ന് പ്രൊക്യൂർ ചെയ്തു, ഇതെവിടുന്ന് ലഭിക്കുന്നു, ആ സോഴ്സിലേക്ക് പോലീസ് മാറണം. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് കൃത്യമായ രീതിയിൽ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടിക്കും സമൂഹത്തിനും ഗവൺമെൻറ്റിനും സഹായകരമാവും എന്നാണ് ഞാൻ കരുതുന്നത്.